സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇന്റഗ്രേഷൻ ഡേ 1 ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലെ ആദ്യത്തെ പ്രവർത്തനം നിറം നൽകൂ എഴുതൂ എന്നാണ്. കാഴ്ചകൾ കാണാൻ പോയ കുഞ്ഞുവീട് കണ്ട ഉത്സവ കാഴ്ചയ്ക്ക് നിറം നൽകൂ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ചിത്രത്തില് കുഞ്ഞുവീട് കണ്ട ഉത്സവ കാഴ്ചയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിന് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്, നിറം നൽകുക കേട്ടോ. ഇനി എന്താണ് കാണുന്നത് എന്നുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? ചിത്രത്തില് ഒരു ഉത്സവ കാഴ്ചയല്ലേ കാണുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ? ആലിനരികിൽ ഒരു ക്ഷേത്രം കാണാം അല്ലെ. ധാരാളം ആളുകൾ ഉത്സവം കാണുന്നുണ്ട് അവിടെ അല്ലെ. സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെ കാണാം. നെറ്റിപ്പട്ടവും മുത്തുകൂടകളും ചൂടി നിൽക്കുന്ന ആനകളെ കാണാം. ചെണ്ടമേളക്കാരെ കാണാം അല്ലെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഉത്സവ കാഴ്ചകളാണ് കാണുന്നത്. ആലിനരികിൽ ക്ഷേത്രം കാണാം. ഉത്സവം കാണാൻ വന്ന ധാരാളം ആളുകൾ. ബലൂൺ, വള, പാവ തുടങ്ങിയ വിൽപ്പനക്കാർ. സാധനങ്ങൾ വാങ്ങാൻ ചുറ്റും കൂടിയ കുട്ടികൾ. നെറ്റിപ്പട്ടവും മുത്തുക്കുടയും ചൂടി നിൽക്കുന്ന ആനകൾ. കൊട്ടിത്തിമർക്കുന്ന പക്കമേളക്കാർ അല്ലെങ്കിൽ ചെണ്ടമേളക്കാർ. അങ്ങനെ എഴുതാട്ടോ. പ്രവർത്തനം 2 ക്രമപ്പെടുത്താം എന്നാണ്. നാട്ടുകാഴ്ചകൾ കാണുന്നതിനിടയിൽ കുഞ്ഞുവീട് ഒരു വീടുപണി നടക്കുന്നതു കണ്ടു. വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് കേട്ടോ. അപ്പൊ നമുക്കിവിടെ വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഘട്ടങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കാം. ചുമര് തേക്കുക, കല്ലു കെട്ടുക, തറ നിറയ്ക്കുക, മരപ്പണി, പെയിന്റിംഗ്, തറ കെട്ടുക. തന്നിരിക്കുന്ന ഘട്ടങ്ങളിൽ ആദ്യത്തെ ചെയ്യുന്നത് എന്താണ്? തറ കെട്ടുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ തറ കെട്ടുക എന്ന് ആദ്യം എഴുതുക. പിന്നെ എന്താ ചെയ്യുക? തറ നിറയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ തറ നിറയ്ക്കുക എന്ന് രണ്ടാമത് എഴുതുക. പിന്നെ കല്ല് കെട്ടു അല്ലെ. അപ്പൊ കല്ലു കെട്ടുക എന്ന് എഴുതുക. പിന്നെ എന്താ ചെയ്യാ? ചുമര് തേക്കല്ലേ ചെയ്യാം. അപ്പൊ ചുമര് തേക്കുക എന്ന് എഴുതുക. പിന്നെ മരപ്പണി, അവസാനം പെയിന്റിങ്. അങ്ങനെ എഴുതുക കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാ നമുക്കറിയാം അല്ലെ. ഏതൊക്കെയാ? കല്ലുപണിയുണ്ട്, സിമെന്റ് പണിയുണ്ട്, മരപ്പണിയുണ്ട്, പെയിന്റിംഗ് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്. അങ്ങനെ ധാരാളം തൊഴിലുകളുണ്ട് അല്ലെ. അതിൽ ഏതെങ്കിലും ഒരു തൊഴിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മരപ്പണി എന്ന് എഴുതാം, കല്ലുപണി എന്ന് എഴുതാം. അതിലേതെങ്കിലും ഒന്ന് എഴുതാം കേട്ടോ. പ്രവർത്തനം 3 റോഡ് നിയമങ്ങൾ. നാട്ടിലെ കാഴ്ചകൾ കണ്ടതിനു ശേഷം പട്ടണത്തിൽ എത്തിയ കുഞ്ഞുവീട് സിഗ്നൽ വെളിച്ചം കണ്ടു. അതിനു മുൻപിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നു. സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം എന്നാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാലേ സിഗ്നൽ വെളിച്ചം എന്ന് പറയുമ്പോൾ ഏതൊക്കെ നിറങ്ങളാണുള്ളത്? ചുവപ്പ് നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്, അതുപോലെ തന്നെ പച്ചയുണ്ട് അല്ലെ. അപ്പൊ ഓരോന്നും നൽകുന്ന സൂചനകളാണ് കേട്ടോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ചുവപ്പ് വെളിച്ചം എന്ന് എഴുതിയിട്ട് വാഹനം നിർത്തുക. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാം എന്നാണ്. അടുത്തത് മഞ്ഞ വെളിച്ചം എന്താണ്? മഞ്ഞ വെളിച്ചം വാഹനത്തിന് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കാം എന്നാണ്. പച്ച വെളിച്ചം എന്താണ്? വാഹനത്തിന് മുന്നോട്ട് പോകാം, കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കരുത് എന്നാണ് അല്ലെ. ഇനി അതിലൊരു ചോദ്യം കൂടിയുണ്ട്. റോഡിന് കുറുകെയുള്ള വെളുത്ത വരകൾ എന്താണ് എന്നുണ്ട്. നമുക്കറിയാം എന്താണത്? സീബ്ര ലൈൻ ആണല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അവിടെ എഴുതേണ്ടത് സീബ്ര ലൈൻ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിക്കാം. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാം. വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാം. ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. പ്രവർത്തനം 4 സംഭാഷണം പൂർത്തിയാക്കുക എന്നതാണ്. കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് തിരികെ എത്തിയ കുഞ്ഞു വീടും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുക എന്നാണ് കേട്ടോ. അവിടെ കുട്ടി എന്തോ ചോദിക്കുന്നുണ്ടല്ലേ. ഹായ് കുഞ്ഞുവീടേ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞുവീട് ഉത്തരം പറയുന്നുണ്ട്. എന്താ? ഞാൻ കാഴ്ചകൾ കാണാൻ പോയതാ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ പൂരിപ്പിക്കാനാണ്. ചിലപ്പോ നമുക്ക് ഇടയിലൊക്കെ നമുക്ക് തരൂട്ടോ. അതിനനുസരിച്ച് പൂരിപ്പിക്കാനാവും പറയാ. ഇവിടെ മുഴുവനും പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ നമുക്ക് ചോദ്യചിഹ്നം കാണുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും? ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക?
നീ എങ്ങനെയാ പോയത് എന്ന് ചോദിച്ചിട്ടുണ്ടാവാലോ. കുഞ്ഞു വീടിനോടല്ലേ, കുഞ്ഞു വീടിന് നടക്കാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നീ എങ്ങനെയാ പോയത് എന്ന് ചോദിച്ചിട്ടുണ്ടാവാ അല്ലെ കുട്ടി. അപ്പൊ കുഞ്ഞു വീട് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? കാറ്റിന്റെ തോളിൽ കയറിയാണ് ഞാൻ പോയത് എന്നായിരിക്കും അല്ലെ. നമുക്കറിയാം അല്ലെ കുഞ്ഞുവീട് എങ്ങനെയാ പോയത്? കാറ്റിന്റെ തോളിൽ കയറിയിട്ടല്ലേ. കുഞ്ഞുവീടിനെ സഹായിച്ചത് കാറ്റാണല്ലോ. അപ്പൊ കാറ്റിന്റെ തോളിൽ കയറിയാണ് ഞാൻ പോയത് എന്ന് കുഞ്ഞുവീട് പറഞ്ഞിട്ടുണ്ടാവൂ അല്ലെ. ഇനി കുട്ടി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പോ നീ എന്തൊക്കെ കണ്ടു എന്ന് ചോദിക്കാലോ. കാഴ്ചകൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടു എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ നീ എന്തൊക്കെ കണ്ടു എന്ന് കുട്ടി ചോദിക്കുമ്പോൾ കുഞ്ഞുവീട് എന്തായിരിക്കും മറുപടി പറയാ? കുഞ്ഞുവീട് എന്തൊക്കെ കാഴ്ചകളാ കണ്ടത്? നാട്ടിലെ കാഴ്ചകൾ കണ്ടു അല്ലെ, പട്ടണത്തിലെ കാഴ്ചകൾ കണ്ടു അല്ലെ. അപ്പൊ അത് എഴുതാ അല്ലെ. ഞാൻ നാട്ടുകാഴ്ചകളും പട്ടണ കാഴ്ചകളും കണ്ടു എന്നെഴുതാ അല്ലെ കുട്ടി. അപ്പൊ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? നിനക്ക് യാത്ര ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ടുണ്ടാവൂ അല്ലെ. അപ്പൊ കുഞ്ഞുവീട് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നായിരിക്കും അല്ലെ. പ്രവർത്തനം 5 തരം തിരിക്കാമെന്നാണ്. താഴെ തന്നിരിക്കുന്ന ആഹാര സാധനങ്ങൾ തരം തിരിച്ച് പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ആഹാര സാധനങ്ങൾ ഏതൊക്കെയാ നോക്കാം. വെണ്ട, വാഴപ്പഴം, ചീരയില, തക്കാളി, മധുരക്കിഴങ്ങ്, വൻപയർ, ചേന, വഴുതന, മാമ്പഴം, മരച്ചീനി, തുവര, ഉരുളക്കിഴങ്ങ്, പയർ, മുരിങ്ങയില. അപ്പോ ഈ ആഹാര സാധനങ്ങളെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് ഏതൊക്കെ ഉണ്ട്? ആഹാര സാധനങ്ങളില് പഴങ്ങളുണ്ട് അല്ലേ, പിന്നെ പച്ചക്കറികൾ ഉണ്ടല്ലോ, പച്ചക്കറികളുണ്ട്, പിന്നെ ഇലക്കറികളുണ്ട്, കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. പഴങ്ങൾ എന്നുള്ളതും പച്ചക്കറികൾ, ഇലക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്ന രീതിയിൽ പട്ടികപ്പെടുത്താം കേട്ടോ. നമുക്ക് ഓരോ ആഹാര സാധനങ്ങൾ നോക്കാം, അത് ഏതിലാണ് വരുന്നത് എന്ന് എടുത്തിട്ട് എഴുതാം കേട്ടോ. ആദ്യം വെണ്ടയാണ് തന്നിരിക്കുന്നത്. വെണ്ട എന്ന് പറയുന്നത് പച്ചക്കറിയിൽ പെട്ടതാണ് അല്ലെ. അപ്പൊ പച്ചക്കറികൾ എന്നതിൽ എഴുതാം. അടുത്തത് വാഴപ്പഴാണ്. എന്താണ്? പഴങ്ങളാണ്, പഴങ്ങളിൽ പെട്ടതാണ്. പഴങ്ങളില് വാഴപ്പഴം എന്ന് എഴുതാം. പിന്നെ ചീരയിലയാണ്, അതൊരു ഇലക്കറിയാണ് അല്ലെ. അപ്പൊ ഇലക്കറികൾ എന്നതില് ചീരയില എന്ന് എഴുതാം. അടുത്ത തക്കാളിയാണ്, അതേതിലാ? പച്ചക്കറികളിലാണ് അല്ലെ, അതിലെഴുതാം. പിന്നെ മധുരക്കിഴങ്ങാണ്, കിഴങ്ങുവർഗ്ഗങ്ങളിലാണ് അല്ലെ. അപ്പൊ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നുള്ളതിന്റെ ചുവടെ മധുരക്കിഴങ്ങ് എഴുതാം. പിന്നെ വൻപയറാണ്, അത് പയറുവർഗ്ഗത്തിൽപ്പെട്ടതാണ്, അത് പയറുവർഗ്ഗങ്ങൾ എന്നതിന് ചുവടെ എഴുതാം. അടുത്തത് ചേനയാണ്. ചേന എന്ന് പറഞ്ഞത് കിഴങ്ങുവർഗ്ഗങ്ങളാണ് അല്ലെ, അതിന്റെ ചുവടെ എഴുതാം. പിന്നെ വഴുതന, പച്ചക്കറികൾ. പിന്നെ മാമ്പഴമാണ്, മാമ്പഴം എന്താ? പഴങ്ങളിൽ എഴുതാം. മരച്ചീനി, മരച്ചീനി എന്ന് പറയുന്നത് കിഴങ്ങുവർഗ്ഗത്തിൽ എഴുതാം. തുവര, തുവര പയറുവർഗ്ഗത്തിൽപ്പെട്ടതാണ് അല്ലെ, അതിന്റെ ചുവടെ എഴുതാം. പിന്നെ ഉരുളക്കിഴങ്ങാണ്, ഉരുളക്കിഴങ്ങ് കിഴങ്ങുവർഗ്ഗത്തിൽപ്പെട്ടതാണ് അല്ലെ, അതിന്റെ ചുവടെ എഴുതാം. പിന്നെ പയറാണ്, പയർ എന്ന് പറയുന്നത് പച്ചക്കറിയിൽ പെട്ടതാണ്, എഴുതാം. മുരിങ്ങയില, മുരിങ്ങയില പറഞ്ഞ ഇലക്കറിയിൽ പെട്ടതല്ലേ, അപ്പൊ ഇലക്കറികൾ എന്നുള്ളതിന്റെ ചുവടെ എഴുതാം കേട്ടോ. ഏതെങ്കിലും 2 നല്ല ആഹാരശീലങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലേ നല്ല ആഹാരശീലങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ആഹാര സാധനങ്ങൾ അടച്ചു വെക്കണം അല്ലെ. അത് അടച്ചു വെച്ചില്ലെങ്കിൽ ഈച്ചയ്ക്ക് വന്ന അറക്കില്ലേ, അത് നല്ലതല്ലല്ലോ. അപ്പൊ ആഹാര സാധനങ്ങൾ അടച്ചു വെക്കണം. പിന്നെ പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അതൊരു നല്ല ആഹാരശീലത്തിൽ എഴുതാലോ. പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കണം. പിന്നെന്താണ്? ഭക്ഷണത്തിന് മുന്നേ കയ്യും വായും കഴുകണം അല്ലെ. അപ്പൊ അത് എഴുതാലോ. കയ്യും വായും ആഹാരത്തിന് മുൻപും ശേഷവും വൃത്തിയായി കഴുകണം. പിന്നെ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ വേണം? ചവച്ചരച്ച് കഴിക്കണം അല്ലെ. അപ്പൊ ആഹാരം ചവച്ചരച്ചു കഴിക്കണം. വാരി വലിച്ചു കഴിക്കരുത് അല്ലെ, പോക്കി പോക്കി കഴിക്കില്ലേ, അങ്ങനെ ചെയ്യാൻ പാടോ? ഇല്ലല്ലോ. അപ്പൊ ആഹാരം വാരി വലിച്ചു കഴിക്കരുത്. പിന്നെന്താണ്? കഴിച്ചതിന് ശേഷം നമ്മൾ കുറെ കൊണ്ടുപോയിട്ട് പാഴാക്കരുത് അല്ലെ. അപ്പൊ ആഹാരം പാഴാക്കാതെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ വെള്ളം കുടിക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെ. അത് എങ്ങനത്തെ വെള്ളമായിരിക്കണം? തിളപ്പിച്ചാക്കിയ വെള്ളം മാത്രം കുടിക്കണം. ഇത്രയും ആഹാരശീലങ്ങളാണ് ഉള്ളത്. അതിൽ ഏതെങ്കിലും 2 എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എളുപ്പമുള്ളത് ഏതാണോ അത് ഏതെങ്കിലും 2 എഴുതുക കേട്ടോ.